Welcome you all to this Commerce Easy Learning. Calicut University കീഴിലുള്ള BCom ഫോർത്ത് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസ് ആണിത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനെ സംബന്ധിച്ചിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ക്വസ്റ്റ്യനും ആൻസറും നൽകിയിരുന്നു. ഈ പ്രാവശ്യത്തെ ഈ ഒരു വീഡിയോയിൽ 6 മാർക്സ് ബേസിലല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ നേരത്തെ 5 മാർക്സ് ബേസിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം ടെക്സ്റ്റിലുണ്ട്. കാരണം അത് നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആകുമ്പോഴേക്കും ടൈം ഒരുപാടാവും, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിന് ശേഷം ഉള്ള പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഞാൻ ക്വസ്റ്റ്യനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറും കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ ആൻസറും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ക്ലാസ്സിലേക്ക് പോവാം. വീഡിയോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ അതുകൊണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അതിൽ 6 മാർക്സ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ചോദ്യം എന്തായാലും ഒരു 90% ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഡിഫറൻസ് ബിറ്റ്വീൻ ഉള്ളത് ഒന്ന് നോക്കി വയ്ക്കുക. അതായത് 6 മാർക്സിനായതുകൊണ്ട് ഒരു മിനിമം 8 പോയിന്റെങ്കിലും നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് എഴുതിയിരിക്കണേ. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. വേരിയസ് ടെക്നിക്സ്, കോസ്റ്റിങ്ങിൻ്റെ വേരിയസ് ടെക്നിക്സ്. ഈ ടെക്നിക്സിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ് ഉള്ളത്? നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ടെക്നിക്സ് ആയിട്ട് വരുന്നത്. അത് എല്ലാം തന്നെ 3 മാർക്സ് ബേസിലും ചോദിച്ചേക്കാം. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഈ പറഞ്ഞ ടെക്നിക്സും പഠിച്ചിരിക്കാം. അതേപോലെ ഇതിൽ മെത്തേഡ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെത്തേഡ്സും ടെക്നിക്സാണ് ചോദിച്ചത്. ടെക്നിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ പറയും. ഇതിൽ മെത്തേഡ്സ് പറയുമ്പോൾ നമുക്കറിയില്ലേ, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, അങ്ങനത്തെ ഉള്ള ആ ഒരു ടൈപ്പ് കോസ്റ്റിംഗ്സും കൂടി, അതായത് മെത്തേഡ്സും കൂടി നിങ്ങൾ പഠിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ടെക്നിക്സ് ഓഫ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്സ്. അപ്പോൾ യൂണിവേഴ്സിറ്റി 2 രീതിയിൽ ചോദിക്കുക. ഒന്ന് മെത്തേഡ്സും ടെക്നിക്സും ഏതൊക്കെയാണെന്ന് ചോദിക്കും, അതല്ലെങ്കിൽ ഒരിക്കൽ മെത്തേഡ്, പിന്നെ അതല്ലെങ്കിൽ ടെക്നിക്സ് മാത്രം ചോദിച്ചേക്കാം. അപ്പോൾ എന്തായാലും എല്ലാ ടെക്നിക്സ് മെത്തേഡ്സും പഠിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാം കമ്പനി ലിമിറ്റഡ് ഗീവ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. മെറ്റീരിയൽസ് യൂസ്ഡ് 3 lakh, പ്രൊഡക്റ്റീവ് വേജസ് 2,40,000, വർക്ക്സ് ഓൺ കോസ്റ്റ് 48,000, ഓഫീസ് എക്സ്പെൻസസ് 35,280. അതായത് റാം കമ്പനി ലിമിറ്റഡ് ആണ്. അവർ തന്നിരിക്കുന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. മെറ്റീരിയൽസ് എത്ര യൂസ് ചെയ്ത് പറഞ്ഞാൽ 3 lakh, അതേപോലെ വേജസ് 2,40,000, വർക്ക് ഓൺ കോസ്റ്റ് 48,000, ഓഫീസ് എക്സ്പെൻസസ് 35,280. Prepare a cost sheet and also calculate the price to be quoted for a unit whose material cost rupees 2,500 and wages amount to rupees 1,500, so that the price may yield a profit of 20% on selling price. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റ് ഷീറ്റ് റെഡിയാക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഒരു കൊട്ടേഷൻ ഇതായിട്ട് രീതിയിൽ ഏതിനൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള പ്രൈസ് ഇതാണ് നോക്കുന്നത് അറിയോ. മെറ്റീരിയൽ കോസ്റ്റ് 2,500ൻ്റെയും വേജസ് 1,500 വെച്ചിട്ട് ഒരു കൊട്ടേഷൻ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കണം. ഈ പറഞ്ഞ ഡാറ്റാസ് വെച്ചിട്ട് അതിൽ പറയുന്നത് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10% അന്ന് പറഞ്ഞില്ലേ. ഓൺ സെല്ലിംഗ് പ്രൈസ് പറയുമ്പോൾ 10/90 എന്ന് പറയില്ല. അതേപോലെ ഇവിടെ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ അത് ഓർമ്മ വരണം, 20/80 ആണെന്ന് ഓർമ്മ വേണേ. അപ്പോൾ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോവാം. കോസ്റ്റ് ഷീറ്റ് എഴുതാം. അതിനുശേഷം മെറ്റീരിയൽസ് യൂസ്ഡ് 3 lakh, ദെൻ പ്രൊഡക്റ്റീവ് വേജസ് 2,40,000. എന്നിട്ട് മെറ്റീരിയൽ യൂസ്ഡും പ്രൊഡക്റ്റീവ് വേജസും തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 5,40,000. ദാറ്റ് ഈസ് അവർ പ്രൈം കോസ്റ്റ്. ഓക്കെ, ദെൻ പ്രൈം കോസ്റ്റ് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം അതിന് ആഡ് ചെയ്യണം. നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടതിനോടൊപ്പം വർക്ക്സ് ഓൺ കോസ്റ്റ്. ഇവിടെ വർക്ക്സ് ഓൺ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്, 48,000. അത് നമ്മൾ പ്രൈം കോസ്റ്റിന് താഴെ ആഡ് വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് വേണ്ടിയിട്ട് എഴുതി. അപ്പോൾ നമുക്കതിൽ എത്ര കിട്ടും, ആൻസർ എത്ര കിട്ടുക, പ്രൈം കോസ്റ്റിനോടൊപ്പം തന്നെ വർക്ക്സ് ഓൺ കോസ്റ്റും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 5,88,000 കിട്ടും. അത് വർക്ക്സ് കോസ്റ്റ്.
ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഈ ഫാക്ടറിയുടെ കേസ് കഴിഞ്ഞ് വർക്ക്സ് ഓൺ കോസ്റ്റ് പറഞ്ഞാലും അതേപോലെ തന്നെ ഫാക്ടറി കോസ്റ്റ് പറഞ്ഞാലും സെയിം ആണ്. അതിനുശേഷം നമ്മൾ ഓഫീസിൻ്റെ കാര്യം നോക്കും, അത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസസ് എന്നൊക്കെ പറയുന്നത്. അതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓഫീസ് എക്സ്പെൻസ് എത്രയാ 35,280. അത് അതേപടി എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാ നോക്കൂ, 6,23,280, 6,23,280 രൂപ. അതാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ടോട്ടൽ ചിലവ് വന്നിരിക്കുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റ് റെഡിയായി. പിന്നെ അവരിതിൽ കൊട്ടേഷൻ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽസും വേജസിൻ്റെയൊക്കെ റേറ്റ് മാറ്റിയിട്ട് അല്ലേ, 2,500 1,500 പറഞ്ഞിട്ട് റേറ്റ് മാറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു അതും കൂടി നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ആൻസേഴ്സിലേക്കും പോവാം. കോസ്റ്റ് ഷീറ്റ് ഓഫ് കൊട്ടേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കോസ്റ്റ് ഷീറ്റ് ഓഫ് കൊട്ടേഷൻ. അപ്പോൾ കൊട്ടേഷൻ്റെ രീതിയിൽ മെറ്റീരിയൽസ് 2,500 വേജസ് 1,500 വെച്ചിട്ടാണ് ഒരു കൊട്ടേഷൻ റെഡിയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് കാണണം. വർക്ക്സ് ഓൺ കോസ്റ്റ് വേജസിൻ്റെയും അതേപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസസ് ടു ഫാക്ടറി കോസ്റ്റിൻ്റെയും കാണണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് വർക്ക്സ് ഓൺ കോസ്റ്റ് ടു വേജസ്, അതിൽ വേജസിൻ്റെ കാര്യമാണ് പറയുന്നത്, അത് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ വർക്ക്സ് കോസ്റ്റിൻ്റെ ബേസിലല്ല, അപ്പോൾ വർക്ക്സ് ഓൺ കോസ്റ്റ് എത്രയാണ് 48,000. അപ്പോൾ 48,000 ഡിവൈഡ് ബൈ എത്രയാണ് പ്രൊഡക്റ്റീവ് വേജസ് എത്രയാണ് 2,40,000. പെർസെൻറ്റേജ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം മൾട്ടിപ്ലൈഡ് ബൈ 100, ദാറ്റ് ഈസ് 20%. അതാണ് നമ്മുടെ എന്താ വരുന്നത്, പെർസെൻറ്റേജ് ഓഫ് വർക്ക്സ് ഓൺ കോസ്റ്റ് ടു വേജസ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിച്ച വേജസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വർക്ക്സ് ഓൺ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എത്രയാണോ വേജസ് പ്രൊഡക്റ്റീവ് വേജസ് ഇൻറ്റു 100. ഇനി നമുക്ക് കാണേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ഓഫീസ് എക്സ്പെൻസസ് ടു ഫാക്ടറി കോസ്റ്റ് ആണ് കാണുന്നത്. ഓഫീസ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 35,280 ഡിവൈഡഡ് ബൈ നമ്മൾ കോസ്റ്റ് ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വർക്ക് കോസ്റ്റ് കണ്ടുപിടിച്ച 5,88,000 അത് താഴെ എഴുതി ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ എത്രയാ പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ 100, ദാറ്റ് ഈസ് 6%. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് വർക്ക്സ് ഓൺ കോസ്റ്റ് ടു വേജസും ഓർത്ത് വയ്ക്കുക, പെർസെൻറ്റേജ് ഓഫ് ഓഫീസ് എക്സ്പെൻസസ് ടു ഫാക്ടറി കോസ്റ്റും ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നേരെ കോസ്റ്റ് ഷീറ്റ് ഓഫ് കൊട്ടേഷനിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ മെറ്റീരിയൽസ് എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് 2,500, വേജസ് 1,500 ആണ്. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രൈം കോസ്റ്റ്, അപ്പോൾ 4,000 പ്രൈം കോസ്റ്റ്. പിന്നെ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 20%. ഓക്കെ, 20%. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് 20% ഓഫ് വേജസിൻ്റെ 20%. ഇവിടെ വേജസ് എന്ന് പറയുന്നത് എത്രയാ 1,500 അല്ലേ, അപ്പോൾ 1,500ൻ്റെ 20% എത്രയാ 300. അപ്പോൾ ഈ 4,000ഉം 300ഉം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 4,300 കിട്ടി. അതാണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓഫീസ് എക്സ്പെൻസസ് 6% ഓൺ ഫാക്ടറി കോസ്റ്റ്, അതായത് ഫാക്ടറി കോസ്റ്റിൻ്റെയാണ് 6% കാണേണ്ടത്. അപ്പോൾ 4,300 ഫാക്ടറി കോസ്റ്റ് 4,300 അല്ലേ ഇൻറ്റു 6%. അപ്പോൾ 6% നമ്മൾ ഓൾറെഡി ഓഫീസ് എക്സ്പെൻസസ് ടു ഫാക്ടറി കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ആ 6% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 258 കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫാക്ടറി കോസ്റ്റിൻ്റെയും ഈ പറഞ്ഞ ഓഫീസ് എക്സ്പെൻസസ് അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരിക 4,558 വരും അല്ലേ, 4,558 വരും. അത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഇനി നമുക്ക് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് പറയുന്നത് കണ്ടോ, 4,558 അല്ലേ, അപ്പോൾ അവിടെ എഴുതി 4,558 ഇൻറ്റു 20% ഓൺ സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ 20 എന്ന് എഴുതുക ഡിവൈഡഡ് ബൈ 80. ഇവിടെ 20 എന്നല്ലേ പറഞ്ഞപ്പോൾ 100ൻ്റെ 20 മൈനസ് ചെയ്യുമ്പോൾ എത്ര 80, അപ്പോൾ 20/80% കാണും. അപ്പോൾ എത്ര വരും 1,139.5. റൗണ്ട് ഫിഗർ ആക്കുമ്പോൾ നമുക്ക് 40 എഴുതിയാൽ മതി, 1,140 എന്ന് എഴുതാം. ഓക്കെ, അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിന് ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസിൻ്റെ 10% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു 10/90 എന്നാണ്. ഇതിലിപ്പോൾ നമുക്ക് 20% ആയതുകൊണ്ട് 20/80 ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് കിട്ടിയപ്പോൾ രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരിക ഇതിൽ 5,698.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചെയ്യാനുള്ളത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഓഫ് കൊട്ടേഷൻ്റെ കേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അതിന് ഈ കൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ആയിരുന്നു പെർസെൻറ്റേജ്. പിന്നെ അതിൽ തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന കോസ്റ്റ് ഷീറ്റ് അല്ലേ, അതിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, 6,23,280 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും കിട്ടി. അങ്ങനെയാണ് ഇതൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എസ് എ ടൈപ്പിൽ വരാൻ ഇതില്ല. കോസ്റ്റ് ഷീറ്റിൻ്റെ വലിയൊരു പ്രോബ്ലമാണ് ഏതിൽ വരിക എസ് എ ടൈപ്പ്. ഇത് നമുക്ക് ഏതാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ വരിക, ഒന്നില്ലെങ്കിൽ കൊട്ടേഷൻ മാത്രമായിട്ട് വരും, അതല്ലെങ്കിൽ ഇത്. പക്ഷേ കൊട്ടേഷൻ മാത്രമായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മുടെ കോസ്റ്റ് ഷീറ്റില്ലേ അതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്, അതേപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഇൻ ഏപ്രിൽ 2003. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കണം. അതിൽ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്, റോ മെറ്റീരിയൽസ് എത്രയാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്, 15,000, ഡയറക്റ്റ് ലേബർ ₹9,000, മെഷീൻ അവർ വർക്ക്ഡ് 900 hours ആണ് കേട്ടോ. മെഷീൻ വർക്ക് ചെയ്തത് 900 hours ചെയ്തിട്ടുണ്ട്. ഒരു അവറിന് റേറ്റ് റുപ്പീസ് എത്രയാണ്, 5. പിന്നെയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്, അതിലെത്രയാണ് 20% ഓൺ വർക്ക്സ് കോസ്റ്റ് ആണ് കേട്ടോ. വർക്ക് കോസ്റ്റിൻ്റെ 20% നമുക്ക് ഏത് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസസിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്, കുറേ ഐറ്റംസ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ വരുന്നത് പഠിച്ചിട്ടില്ലേ, ആ ഒരു രീതിയിലേക്ക് നോക്കി എഴുതുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വർക്ക് കോസ്റ്റിൻ്റെ 20% അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. പിന്നെ അതേപോലെ സെല്ലിംഗ് ഓവർ ഹെഡ് എത്രയാണെന്നറിയോ, ₹50 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് 50 പൈസ വീതം. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നറിയോ, യൂണിറ്റ്സ് പ്രൊഡ്യൂസ് 17,100, യൂണിറ്റ് സോൾഡ് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 17,100, എത്ര യൂണിറ്റ്സ് ആണ് വിൽറ്റ് പോയിരിക്കുന്നത്, സോൾഡ് ആയിരിക്കുന്നത് എത്രയാണെന്നറിയോ, 16,000, 16,000 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിറ്റ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര റേറ്റിനാണ്, ഒന്നിന് 4 രൂപ വെച്ചിട്ട്, ₹4 പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടുപിടിക്കണം, അതേപോലെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഇൻ ഏപ്രിൽ 2003യും കണ്ടുപിടിക്കണം. കോസ്റ്റ് ഷീറ്റ് നമുക്ക് നോക്കാം. മെറ്റീരിയൽസ് തന്നിരിക്കുന്നത് തന്നെയാണ് 15,000, ദെൻ വേജസ് 9,000, അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 24,000. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആഡ് ഫാക്ടറി ഓവർ ഹെഡ് ആണ്. അപ്പോൾ നമുക്കറിയാം പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷൻ ചെയ്യുന്നത് ഫാക്ടറി ഓവർ ഹെഡ് ആണ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അത് ഫാക്ടറിൻ്റെ അകത്ത് വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 900 hours വെച്ചിട്ടാണ് വർക്കിംഗ് ചെയ്യുന്നത്. പെർ യൂണിറ്റ് 5 രൂപ വെച്ചിട്ടാണ് ഒരു യൂണിറ്റിനെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 900 × 5 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് നോക്കൂ, 4,500 വന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എന്ത് വർക്ക് കോസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ പ്രൈം കോസ്റ്റിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ 4,500 കൂടി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 28,500 അത് വർക്ക്സ് കോസ്റ്റായി, അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ആ ഫാക്ടറി കഴിഞ്ഞ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ എന്താ കണ്ടുപിടിക്കേണ്ടത്, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൻ്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20% ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 20% ഏതിൻ്റെയാണ് 20%, വർക്ക് കോസ്റ്റിൻ്റെ 20% അല്ലേ. അപ്പോൾ 20% വർക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 28,500 അല്ലേ. അപ്പോൾ 28,500 × 20/100, അപ്പോൾ 5,700 വരും. അപ്പോൾ 5,700 ഇവിടെ എഴുതി. അപ്പോൾ ആ പറയുന്നത് വർക്ക് കോസ്റ്റും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൻ്റെ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരിക, 34,200. അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര യൂണിറ്റിൻ്റെയാണ്, 17,100, 17,100 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഈ പറയുന്ന 34,200 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 34,200 യൂണിറ്റ്സിൻ്റെയാണ് പറയുന്നത്. അങ്ങനെ ഒന്നിൻ്റെ വില എത്ര എന്നാണ്, ഒന്നുണ്ടാക്കാൻ എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ 34,200 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ചെയ്തു, 17,100. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എത്ര വരും, 2 വരും. അപ്പോൾ ₹2 ഒന്നിന് എത്ര രൂപ വെച്ചിട്ടാണ് ചെറുതായിരുന്നത്, ഒരു യൂണിറ്റിന് ₹2 വെച്ചിട്ട് ഒന്നിന് കേട്ടോ. ഇനി നമ്മൾ അതെന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് 11,100. അത് എങ്ങനെയാണ് കിട്ടിയെന്നറിയോ, നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, 17,100. എത്ര നമ്മൾ സെയിൽ ചെയ്തു, എത്ര എണ്ണം സാധനങ്ങൾ നമ്മൾ വിറ്റുപോയി, 16,000. ഓക്കെ, ബാക്കിയുള്ളതല്ലേ ക്ലോസിംഗ് സ്റ്റോക്ക്, അതാണ് ഇത് 1,100. എത്ര റേറ്റിന് നമുക്കറിയാം, ₹2 അല്ലേ പെർ യൂണിറ്റ്, അപ്പോൾ 2. അപ്പോൾ നമുക്ക് എത്ര വരും, 2,200. അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ.
32,000. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അതൊരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിൻ്റെ കേസിൽ എത്രയായിരുന്നു സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്? 0.50, അതായത് 50 പൈസ പെർ യൂണിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 50 പൈസ അല്ലേ. അപ്പോൾ 0.50 ഇൻറ്റു എത്ര ഇതിനെയാണ് പറയുന്നത്? എത്ര യൂണിറ്റ്സ് ആണ് വിറ്റത്, സെയിൽ ചെയ്തത് എത്ര, സെല്ലിംഗ് ചെയ്തത് എത്രയാ? 16,000 ആണ്. അപ്പോൾ 50 പൈസ ഇൻറ്റു 16,000. ഓക്കെ, ക്വസ്റ്റ്യനിലുണ്ടല്ലേ യൂണിറ്റ് സോൾഡ് എന്നുണ്ടല്ലോ, 16,000 അതാണ്. അപ്പോൾ ഇത്രയും കിട്ടി. എത്ര വരും? 8,000 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഈ പറഞ്ഞതും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 8,000 കൂടി കിട്ടുമ്പോൾ 40,000. എന്താണത്? കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ക്വസ്റ്റ്യനിലുള്ളൂ? സെയിൽസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഗ്യാപ്പ് ഇവിടെ സ്പേസ് വിട്ടിട്ട് വേണം ഇവിടെ ബാക്കി എഴുതാൻ. സെയിൽസ് എഴുതണം. സെയിൽസ് എത്രയാ? 16,000 ആണ്. 16,000 യൂണിറ്റ്. അപ്പോൾ 16,000 ഇൻറ്റു 4, ഒരു യൂണിറ്റിന് 4 രൂപ വെച്ചിട്ടാണ് വിറ്റത് എന്നാണ്. 16,000 യൂണിറ്റാണ് വിറ്റുപോയത്. അപ്പോൾ 16,000 ഇൻറ്റു 4 എത്രയാണ് വന്നത്? 64,000. അപ്പോൾ ഇത്ര എണ്ണം വിറ്റു. ഏത്? 64,000 വിറ്റു. നമുക്ക് ചിലവ് വന്നത് 40,000. അപ്പോൾ വിറ്റതല്ലേ കൂടുതൽ. അപ്പോൾ 64,000 മൈനസ് 40,000 എത്രയാണ് വന്നത്? 24,000. ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ക്ലിയർ ആയോ? ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ കേസ് കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. പക്ഷെ നമുക്കിനി എല്ലാം കൂടി ഒരൊറ്റ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അത്രയും ഡ്യൂറേഷൻസ് ടൈം കൂടുതൽ ലാഗായി പോകും. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു.